ആ മൊബൈലിലായിരിക്കും. ആ കുന്ത്രാണ്ട എന്ന് വന്നു അന്ന് മുതൽ എന്നെ പോലുള്ള ഭർത്താക്കന്മാരുടെ കാര്യം പോകരുത്. ഏഴുകുട്ടിയെ, എടി ഏഴുകുട്ടി, നിനക്ക് എന്താ ശരിയായിട്ടില്ലല്ലോ? എടി ഏഴുകുട്ടി, എന്താണ് മനുഷ്യ രാവിലെ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഞാൻ നമ്മുടെ ദുബായിലുള്ള ഷേർലിക്കുട്ടിയുമായി ഒന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവൾ എന്നോട് പറയുക, എന്നും കൊന്നും ഇതും നോക്കി ഇരുന്നാ മതിയോ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ എന്തോ കയ്പോ അതിൽ വന്നാ മതിയെന്ന്. അപ്പൊ എനിക്ക് അതുപോലെ സ്ഥലവും മറ്റോ ആണോ എന്നൊരു ഡൗട്ട്, ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു? ഇല്ല, വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ, എനിക്ക് പ്രായമായ സമയത്തെ തന്നെത്താൻ പോകാൻ വലിയ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ കറിയാച്ചനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട പാടെ അവൾ കുടഞ്ഞിട്ടൊരു ചിരി. അതിന് മാത്രം ഞാൻ എന്ത് തമാശ മനുഷ്യ പറഞ്ഞേ? എന്റെ ഈ കയ്പല്ലടി, കയ്പ്. അത് മൊബൈലിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അത് കണ്ട് സംസാരിക്കാനുള്ളതാണ്. ഓ എന്റെ കർത്താവേ, ഇനി ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ പോണോ? അത്രയൊന്നും പൈസ എന്റെ കയ്യിലില്ല. ഓ, ഒരു കുന്തം അവൾക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ പാവം കണ്ടാലോ, എല്ലാം അറിയാവുന്ന ഒരു പാവം. നീ പോയി ചായ ഇട്ടു. എന്റെ മനുഷ്യ, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുക. ഈ 10 ആൾക്കാരെ കാണുമ്പോ കെടി എന്നുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കാലയം ചൊറിഞ്ഞ് കയറി വരുക. ഇനി അങ്ങനെ എന്നെ ഒരു വാക്ക് വിളിച്ചേക്കരുത്. നിങ്ങൾക്ക് എന്റെ പേരറിയാലോ, മോളെ ചക്കര ഒന്നും വിളിക്കണ്ട. ഫാഷനായിട്ട് നിങ്ങൾക്ക് എന്റെ പേര് ചെറുതാക്കി ഒന്ന് വിളിച്ചുകൂടെ? അപ്പൊ അവളുടെ പേര് എലിക്കുട്ടി. അപ്പൊ നിന്നെ എന്തോന്നാണ് ഞാൻ വിളിക്കേണ്ടത്? എലിയെന്നോ? എലിയോ? നോ 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 എലി, കാഴ്മി എലിക്കുട്ടി ഫുൾ. ഇതിലും പേര് അത് തന്നെ. നീ പോയി ചായ എടുത്തോളൂ പടി. നിന്ന് കിണങ്ങാതെ ചക്കര തേങ്ങയെന്ന് വിളിക്കാൻ ഒരു സാധനം. എന്റെ മനുഷ്യ, നേരം വെളുക്കുമ്പോ തൊട്ട് ചായ കുടിക്കുന്ന ഒറ്റ വിചാരങ്ങളുള്ളൂ നിങ്ങൾക്ക്. പിന്നല്ലാതെ ചായ കാപ്പി മനുഷ്യന് ഒരു സ്വസ്ഥത തല്ലേ. എന്തൊരു മനുഷ്യനായത്? എക്സ്ക്യൂസ് മീ, ഞാൻ പറഞ്ഞത് വല്ല അബദ്ധം പറ്റിയോ അച്ഛാ? പോകാൻ വരട്ടെ. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഓ, ഇതാരും നമ്മുടെ ബ്രോക്കർ ലുക്കാപ്പി. ഏതാ ലുക്കാപ്പി? നിന്റെ ലുക്കൊക്കെ മാറിപ്പോയല്ലേ? ഓ, ഈ ന്യൂജൻ പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ അച്ചായ? പിന്നെ ഞാനൊരു ആലോചനക്കാരിയുമായിട്ട് വന്നതാ. മനസ്സിലായി. അതെ, ലുക്കാപ്പിക്ക് അറിയാലോ, ഞങ്ങൾക്ക് 3 പെൺമക്കളാ. എ മോള്, ബി മോള്, സി മോള്. അവർ പഠിക്കാൻ ബഹു മിടുക്കികളാ, കാണാനോ ഭയങ്കര സുന്ദരികളാ. അതുകൊണ്ട് അതുപോലുള്ള ആലോചനയും കൊണ്ടേ വരാവൂ. അത് ഞാൻ ഏറ്റക്കറിയാച്ചായ. അല്ലെങ്കിൽ നീ എന്റെ പാലിനോടും ചോദിച്ചു നോക്ക്. ആ, അത് ഞാനിപ്പോ എന്ത് പറയാനാ? എന്റെ ബുദ്ധി, എന്റെ അച്ഛായന്റെ സൗന്ദര്യം, പോരാത്തതിന് ഞങ്ങളുടെ രണ്ടിന്റെയും സൽസ്വഭാവം, ഇതെല്ലാം കൂടി ഇതുപോലെ കിട്ടിയ 3 പെൺപിള്ളേർ ഈ ദേശത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വല്ല കണ്ണി കണ്ട ആലുകുലത്തെ ആലോചനയെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. നല്ല പൂവമ്പഴം പോലത്തെ പയ്യന്മാരേക്ക് കൊണ്ടുവന്നേക്കണം. അതുപോലെ നല്ല സൽസ്വഭാവികളുമായിരിക്കണം. ഓ, എനിക്കറിയാം എന്റെ ചേട്ടത്തി അല്ലയോ പിള്ളേരെ വളർത്തിയത്. അവരാരൊക്കെയാണെന്ന് എനിക്കറിയാം. എ മോള് അമേരിക്കയില, ബി മോള് ബ്രിട്ടനില. ഓ, ബ്രിട്ടനില്. പിന്നെ സി മോള് കാനഡയില്. അത് അവരിപ്പോ നല്ല നിലയിലൊക്കെ ആണല്ലോ, അതെനിക്കറിയാം. ഞാൻ അതിനൊക്കെ ആലോചനയുമായിട്ടേ വരൂ. നല്ല സ്വഭാവികളായ നർത്തകക്കാര്, ഫ്രീക്കന്മാര് പിള്ളേര്. അല്ലെങ്കിൽ ഞാൻ ഈ അച്ഛനകത്തോട്ട് കേട്ടത്തില്ല കേട്ടോ. അത് ഞാൻ ഏറ്റു. ഈ ലുക്കപ്പ് ഏറ്റാൽ ഏറ്റതാ. ഓ, ശരി. എന്നാ പിന്നെ അച്ചായോ, ഞാൻ അങ്ങോട്ടൊന്ന്. ഓ ശരി, നല്ല ആലോചനയുമായിട്ടേ വരാം. എന്തൊന്നടി അവൻ നിന്ന് പരുങ്ങുന്നേ? വലത് കൊടുത്തു വിടും മനുഷ്യ, ഇതുപോലൊരു പിശുക്കൻ. എടി ഇപ്പൊ കൊടുക്കണം. അയ്യോ, ഈ മനുഷ്യന്റെ ഒരു കാര്യം, അത് കൊടുക്കും മനുഷ്യൻ. ഓ, വേണ്ടായിരുന്നു അച്ചായ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ, പിന്നെ വരാം. ശരി. ഞാനങ്ങനെ എങ്ങോട്ടാ പോകുന്നത് നോക്കിയിട്ട് വരാം. ആ അച്ഛായ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ ഏമോളില്ലേ, അവളന്ന് അമേരിക്ക എന്ന് വിളിച്ചു. അപ്പോ ഈ കല്യാണിക്കാരൻ ഞാൻ അവളോടൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അവൾ എന്നോട് പറയുക, അവൾ ആരാണ്ടുമായിട്ട് ഹൃദയം കൈമാറിയെന്ന്. അച്ഛായ, നമ്മൾ ഈ നാട്ടിലൊക്കെ കേൾക്കുന്നതും കാണുന്നതും എന്തുവാ, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഹൃദയം കൈമാറുന്നേ. പക്ഷെ ഇവൾ ജീവനോടെ തന്നെ ഹൃദയം കൈമാറിയെന്ന്. അതെന്തെങ്കിലും ആയിപ്പോട്ടെ, എന്റെ മോളെ എനിക്കറിയാം. അവളൊരു മാലാഖയാ, മാലാഖ. ഈ അമ്മയും മക്കളും എന്റെ പുക കണ്ടേ അടങ്ങും. എന്തോ വിധി. ഇത് പറഞ്ഞപ്പോഴാ അച്ചായ ഓർത്തത്. ഇനി എന്തുവാടി,
നമ്മുടെ ഭീമോട് വിളിച്ചായിരുന്നു. അവൾ പറയുവാ അവൾ അവിടെ എങ്ങും ഇല്ലെന്ന്. പിന്നെ അവിടെ പോയി. അവൾ എന്തോന്ന് ലിവിങ് ടുഗദറിലെങ്ങോ പോയെന്നോ, പിന്നെ ഡേറ്റിങ് പറഞ്ഞു. അത് ഇങ്ങോട്ട് വരുന്ന ഡേറ്റ് ആയിരിക്കും. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആ എന്തെങ്കിലും ആയിപ്പോട്ടെ. എന്റെ ദൈവമേ, ഇനി എന്റെ ഏക പ്രതീക്ഷ എന്റെ സീമോളിലാണ്. അതിന് ഏത് നിലയിലായിരിക്കുമോ എന്റെ ആ കൊച്ച്. എന്തേലും ആകട്ടെ, നീ പോയി ചായ എടുത്തോണ്ട് വഴി. ഏത് നേരവും ചായ ചായ. എടി, മക്കളെ വളർത്തുമ്പോൾ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണം. ഒരമ്മയാണെങ്കിൽ അമ്മയുടെ കടമയാണ് മുട്ടുമേന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പിള്ളേർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഓഹോ, വന്ന് വന്ന് കുറ്റം മൊത്തം എന്റെ കൊണ്ടേ. ഞാൻ എന്തോന്ന് ചെയ്തില്ലെന്നാ അച്ഛാ പറയുന്നേ. അവർ കൊച്ചായിരുന്നപ്പോൾ ഞാനല്ലേ അവരെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വലുതായപ്പോൾ ഞാൻ അവരെ യുവജന സഖ്യത്തിൽ കൊണ്ടുപോയി. അന്നേരം ഞാൻ സേവിക സംഘത്തിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് നല്ല ഒന്നാം തരം സ്വഭാവശുദ്ധിയുള്ളവരായിട്ടാണ് ഞാൻ അവരെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പൊ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നു. ഇന്ന് രാവിലെ ഷെയറിൽ വിളിച്ചപ്പോൾ ഇതേമാതിരി കുറെ കുറ്റം എന്റെ തലയിലോട്ട് കൊണ്ടുവച്ചു. നിങ്ങൾക്ക് അറിയണോ അത്? എന്തുവാ? അവൾ എന്നോട് പറയുക ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളരുതാത്തവളാണെന്ന്, അർഹതയില്ലാത്തവളാണെന്ന്. നിങ്ങൾക്ക് അറിയാമോ? എന്താ? എന്തോന്നാ, വാട്ട് കപ്പ് അറിയത്തില്ല, പിന്നെ പേസ് കപ്പ്, ഇത് രണ്ടും അറിയത്തില്ല. ഇത് രണ്ടും അറിയാത്ത ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ ഓരോ അർഹതയില്ലെന്നാ അവൾ പറയുന്നത്. എന്റെ ദൈവമേ, ഞാൻ ഇത്രയും വിവരം കണ്ടവളായിപ്പോയല്ലോ എന്റെ കർത്താവേ. എടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് വെച്ചാ? ഇന്ന് തന്നെ എന്റെ 3 മക്കളെയും ഇവിടെ വിളിച്ചു വരുത്തണം. ആ നോക്കാം. നീ പോയി ചായ കൊടുക്ക. ഓ, ചായ ചായ കാപ്പി, എപ്പോഴും ചായ ചായ ചായ. അതെ, നിങ്ങൾക്കറിയാമോ ഇവളെങ്ങനെയാ പിള്ളേരെ വളർത്തിയതെന്ന്? അറിയത്തില്ലല്ലോ. ഇപ്പോഴൊന്ന് കണ്ടു നോക്ക്. ഏലിക്കുട്ടിയുടെ പഴയകാല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഭീമോളെ വന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. വാ പ്രാർത്ഥിക്കാം. 2 സീരിയലിന്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. വാ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം. ഓടി വാ. അമ്മേ, നമുക്ക് പാട്ട് പാടണ്ടേ? വേണ്ട, പാട്ടൊന്നും പാടണ്ട, സങ്കീർത്തനം മതി. അതാകുമ്പം പാട്ടുമുണ്ട് പ്രാർത്ഥനയുണ്ട്. 3 പേരെയും കണ്ണടച്ചിരുന്നോ, കണ്ണു തുറക്കരുത്. ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ മതി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പേരെല്ലാം കൂടെ പുഴുത്തു കിടക്കുക. ചീനാൻ പറഞ്ഞ കേൾക്കത്തില്ല. പച്ചയായ പുൽപ്പുരങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ. ഓ, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. മഴ പെയ്യുമെന്നാ തോന്നുന്നത്. ദൈവമേ, കുറെ തുണി വെളിയിൽ കിടക്കുന്നു, വിറവ് വെട്ടി കീറിയത് കിടക്കുന്നു. ഇതൊക്കെ ഒരു പ്രശ്നമായി തീരുമല്ലോ. ഇനി പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോളെ, മീൻ അടപ്പ കിടക്കുന്നു, ഒന്ന് നോക്കിയിട്ട് വാട്ട് തീ കൂടുതലാണോ ഇല്ലയെന്ന്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്നാ വന്നിരിക്ക. കോഴിക്കോട് അടച്ചോ എന്തോ ആർക്കറിയാം. അവൻ തണുപ്പിക്കുന്നു.